Hello guys, welcome to Prodigy Programmer. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൺ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്പ് ഓട്ടോമേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഫുള്ളി ഓട്ടോമേറ്റഡ് നമ്മൾ എഴുതുന്ന പ്രോഗ്രാം അനുസരിച്ച് പൈത്തൺ അല്ല ആ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യണം നമ്മളെ ടാസ്കുകൾ ഫുൾ അതങ്ങോട്ട് ഓട്ടോമേറ്റ് ആക്കി ചെയ്യും. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ ചെയ്യണേ. അതായത് ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ റീച്ച് അക്കൗണ്ടിന്റെ റീച്ച് കൂട്ടണം അല്ലെങ്കിൽ നമ്മളെ പേജിന്റെ റീച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ അങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ വെച്ചിട്ട് അത് ഓട്ടോമേറ്റ് ചെയ്യാം. അതായത് നമ്മളൊരു സിമ്പിൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. ആ പ്രോഗ്രാം വെച്ചിട്ട് എന്താവും, അത് ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്യും, ഫോളോ ചെയ്യും, അൺഫോളോ ചെയ്യും, ലൈക്ക് ചെയ്യും, അങ്ങനെ എല്ലതും മെസ്സേജ് അയക്കാം, അങ്ങനെ എല്ലതും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് അങ്ങനെ അതിന്റെ ഒരു അങ്ങനെ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള അങ്ങനെ അതിന്റെ ഒരു വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെ ഇൻസ്റ്റാളിങ് അതുപോലെ എങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു സിമ്പിൾ ഒരു ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഗൂഗിൾ സെർച്ച് എക്സാമ്പിൾ നമുക്ക് ഒരു ഗൂഗിൾ സെർച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ ദെൻ ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, python.org പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പൈത്തൺ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ്, പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് സിലേനിയം ആണ്. സിലേനിയം ഓട്ടോമേറ്റ്സ് വെബ് ബ്രൗസേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് സിലേനിയത്തിന്റെ ഒരു വെബ്സൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഇതിൽ കാര്യമായിട്ട് നോക്കണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ പാത്തൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് നമ്മുടെ സിലേനിയം ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യാം, പിപ്പ് ഇൻസ്റ്റാൾ സിലേനിയം. ഓക്കെ, എങ്കിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവും കാണിക്കും. അപ്പൊ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഓൾറെഡി റിക്വയർമെന്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാൾ ആവും. അപ്പൊ ഇത്രേ ഉള്ളൂ, സിലേനിയം ഇൻസ്റ്റാൾ ചെയ്യേണ്ട പണി ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ ഞാൻ ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും ക്രോം യൂസ് ചെയ്യാം. ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ക്രോം വെച്ചിട്ടാണ് ഞാൻ ഈ ഓട്ടോമേഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം, ക്രോം ഡ്രൈവർ വേണം. ക്രോം ഡ്രൈവർ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതേപോലെ ക്രോം ഡ്രൈവർ ഡൗൺലോഡ് ഫോർ സിലേനിയം അങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണും chromium.org. അവരെ ഡൗൺലോഡ്സിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്രോം ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം, നമ്മൾ ക്രോമിന്റെ വെർഷൻ നോക്കണം. നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്ന ക്രോമിന്റെ വെർഷൻ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെർഷൻ നോക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ സെറ്റിംഗ്സിൽ അബൌട്ട് ക്രോം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെർഷൻ കാണാൻ പറ്റും. ഇത് 87 ആണ്. അതുപോലെ നിങ്ങളുടെ 88 അല്ലെങ്കിൽ 86 ഒക്കെ ആവും. അപ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ളത് ഇവിടുന്ന് 87 ക്രോം ഡ്രൈവർ. ഓക്കെ, ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ സിസ്റ്റം ലിനക്സ് ആണോ മാക് ആണോ വിൻഡോസ് ആണോ എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഇപ്പോൾ വിൻഡോസ് ആണ്. വിൻഡോസ് 32 എന്നാണ് ഇതിൽ. അത് പ്രശ്നമില്ല. 64 ആണെങ്കിലും 32 ബിറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡ്രൈവർ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിപ്പ് ഫയൽ ആയിട്ടാവും ഇത് ഡൗൺലോഡ് ആവല്. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഞാനതിന്റെ ഡൗൺലോഡ്സ് നേരെ ലോക്കൽ ഡിസ്ക് സിയിൽ ഞാൻ ക്രോം ഡ്രൈവർ എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയാണ്ട് അതിന്റെ ആ ഒരു .exe ഫയൽ ഞാൻ അതിലിട്ടിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുന്നതിന് ഒരു പാത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. പിന്നെ നമ്മുടെ ദിസ് പി സിയിൽ പ്രോപ്പർട്ടീസ് പോവുക, അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ് എൻവിറോൺമെന്റൽ വേരിയബിൾസിൽ നമ്മളെ പാത്തിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കൊടുത്തിട്ട് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, പാത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതോടെ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ചെയ്യാം, നമ്മളൊരു പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു ക്രോം ഓപ്പൺ ചെയ്ത് എങ്ങനെ ഒരു സിമ്പിൾ പ്രോഗ്രാം നമുക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അത് ഡെസ്ക്ടോപ്പിൽ തന്നെ demo.py സേവ് ചെയ്യാം. demo.py. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു സിമ്പിൾ പ്രോഗ്രാം, ഒരു ക്രോം ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്ത് ഒരു സിമ്പിൾ സെർച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, സിലേനിയം ഇമ്പോർട്ട് ചെയ്യണം. എന്ത് ചെയ്യാം, ഫ്രം സിലേനിയം അല്ല, സിലേനിയത്തിൽ നമുക്ക് വെബ് ഡ്രൈവർ ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഫ്രം സിലേനിയം ഇമ്പോർട്ട് വെബ് ഡ്രൈവർ. ഓക്കെ, അത്ര മതി. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ് ഡ്രൈവർ എന്ത് ചെയ്യാം, വെബ് ഡ്രൈവറിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. വെബ് ഡ്രൈവർ ജസ്റ്റ് ഡ്രൈവറിന് പേര് എടുക്കേണ്ട ഇഷ്ടമുള്ള പേര് കൊടുക്കുക. വെബ് ഡ്രൈവർ ഡോട്ട് നമ്മൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്രോം. ഓക്കെ,
പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഏത് ഇതാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, അതായത് ഗൂഗിൾ നമുക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡ്രൈവർ ഡോട്ട് ഗെറ്റ്, ഈ ഗെറ്റ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ URL പാസ് ചെയ്യല്. URL പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് www.google.com എന്നല്ല, നമ്മുടെ ഫുള്ള് അതിൻ്റെ ഒരു ഇത് പാസ് ചെയ്യണം. HTTP ആഡ് ചെയ്തിട്ടുള്ളത് ഫുള്ളി പാസ് ചെയ്യണം. www.google.com. അത്രേ ഉള്ളൂ. നമുക്കൊരു സിമ്പിൾ ഒരു പ്രോഗ്രാം, ഓട്ടോമേറ്റഡ് പ്രോഗ്രാമിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് റണ്ണ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു റൺ ബട്ടൺ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടെർമിനലിലാണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് പാത്തിലോട്ട് പോയിട്ട് പൈത്തൺ പിന്നെ ഫയൽ നെയിം ഡോട്ട് പൈ എന്ന് ചെയ്ത് കൊടുക്കുക. ഡെമോ എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത്, demo.py. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അത് അടിച്ചപ്പോൾ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാണാൻ പറ്റും ക്രോം ഈസ് ബീങ് കൺട്രോൾഡ് ബൈ ഓട്ടോമേറ്റഡ് ടെസ്റ്റ് സോഫ്റ്റ്വെയർ. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ക്രോം ഇത് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഓട്ടോമേഷൻ ആണിത്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഇതിലൊരു വാല്യൂ പാസ് ചെയ്താൽ നമുക്ക് സെർച്ച് ചെയ്യണ്ട നോക്കാം. ഓക്കെ, അത് സിമ്പിൾ ആണത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇതിന്റെ ഇതിന്റെ ഒരു ID, അതായത് നമുക്ക് ആ പ്രോഗ്രാമിൽ മനസ്സിലാക്കണം ഈ ഒരു പാത്താണ് നമ്മളൊരു വാല്യൂ ഇവിടെയാണ് പാസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ നമുക്കൊരു വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ഏരിയന്റെ ഒരു ക്ലാസ് നെയിം അല്ലെങ്കിൽ ID അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, F12 ടാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇൻസ്പെക്ട് നിങ്ങൾ ജമ്പ് ആവും, ഇൻസ്പെക്ട് ഓപ്ഷൻസ് ഒക്കെ കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിന് മേലെ ഹോവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കാണാൻ പറ്റും. അത് ഇവിടെ വന്നിട്ടുണ്ട്, അതിന്റെ ഫുൾ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ക്ലാസ് നെയിം കാര്യങ്ങളൊക്കെ. നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് എന്ത് ചെയ്യുക, അവിടെ കോപ്പി, ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ഫുൾ എക്സ് പാത്ത്, ഈ കോപ്പി ഫുൾ എക്സ് പാത്ത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രോഗ്രാം പോവുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലമെന്റിന് ഒരു ഇതിൽ സേവ് ചെയ്യാം, എലമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെർച്ച് നോക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഡ്രൈവർ ഡോട്ട് നമ്മൾ എക്സ്പാത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ചെയ്യുന്നത്, ഫൈൻഡ് ബൈ എക്സ്പാത്ത് ഉണ്ടാവും ഇവിടെ, ഫൈൻഡ് എലമെന്റ് ബൈ എക്സ്പാത്ത് അത് സെലക്ട് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളാ കോപ്പി ചെയ്തത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതാവും. നമ്മൾ കോപ്പി ചെയ്താൽ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും എന്തിൻ്റെതും ഇതുപോലെ നമുക്ക് എക്സ്പാത്ത് കോപ്പി ചെയ്തെടുക്കാം. ഏതൊരു എലമെന്റും നമുക്ക് ഇതുപോലെ എക്സ്പാത്ത് കോപ്പി ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് എന്ത് ചെയ്യാണ്, നമ്മൾ അവിടെ ഓൾറെഡി വല്ല ടൈപ്പ് ചെയ്തതോ അല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യണം. നമ്മൾ എന്താണ് ഹിസ്റ്റോറി കീപ്പ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തോ അങ്ങനെ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യണം. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും സെർച്ച് ഡോട്ട് ക്ലിയർ ചെയ്യാം. ആവശ്യമില്ല ഇത്, എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് അതിക്കൊരു ഇത് പാസ് ചെയ്യണം, ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു ഇത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പാസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അതിനെന്ത് ചെയ്യണം, നമുക്ക് സെർച്ച് ഡോട്ട് സെൻഡ് കീസ് എന്നുള്ള ഒരു കീവേഡ് ആണ്, സെൻഡ് കീസ്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് പൈത്തൺ തന്നെ സെർച്ച് ചെയ്യാം. ഓക്കെ, പൈത്തൺ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ പ്രസ് ചെയ്യണം. എൻ്റർ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് നമ്മളെ കീസ് നമുക്ക് എന്ത് ചെയ്യണം, സെലേനിയത്തിൽ നിന്ന് നമ്മളെ കീസ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഫ്രം selenium dot webdriver dot common dot keys import keys. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മളെ കീസ് നമുക്ക് എന്താ, നമ്മളെ കീസ് എൻ്റർ ആണോ അതല്ലെങ്കിൽ സ്പേസ് ആണോ എന്ത് വേണമെങ്കിലും കീസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു പൈത്തൺ എന്നുള്ള ഒരു കീവേഡ് പാസ് ചെയ്ത ശേഷം നമുക്ക് എൻ്റർ പ്രസ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ഡോട്ട് സെൻഡ് കീസ്. നമുക്ക് എന്ത് ചെയ്യുന്ന ഇവിടെ പാരന്തസിസിനുള്ളിൽ കീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത കീസ് ഡോട്ട് റിട്ടേൺ ഫുള്ള് ക്യാപിറ്റൽ ആയിട്ട് റിട്ടേൺ. ഓക്കെ, നമ്മൾ എൻ്റർ പ്രസ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം സിമ്പിൾ ഒരു ഇതാണ്. ഓക്കെ, അത് ഇത്ര ഉള്ളൂ നമുക്ക് ചെയ്യേണ്ട കാര്യം.
ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യം കൂടി ഇമ്പോർട്ട് ചെയ്യാണ്ട്. കാരണം എന്താ പറയുക, ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കണതുകൊണ്ട് നമ്മൾ നെറ്റ്വർക്കിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ ഓരോരോ ലൈന് എന്താ നമ്മൾ ഓരോരോ കമാൻഡ് നടക്കുമ്പോഴും കുറച്ച് സമയം കൊടുക്കണം, അല്ലെങ്കിൽ എന്താ നമ്മൾ ഇറർ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോരോ ഇതിന്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിലേ കൊടുക്കുക. അപ്പൊ എന്തോ ഓരോന്നിനും കഴിയാനുള്ള ഒരു സമയം കിട്ടും, കഴിഞ്ഞ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും. അതിന് നമുക്ക് യൂസ് ചെയ്യണമെന്ന് ടൈം, അതുപോലെ സ്ലീപ്പാണ്. നമ്മൾ ഇമ്പോർട്ട് അത് നമുക്ക് ടൈം ഇമ്പോർട്ട് ചെയ്യണം, ഇമ്പോർട്ട് ടൈം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രം ടൈം ഇമ്പോർട്ട് സ്ലീപ്പ്. ഓക്കെ, അത്ര മതി. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ഈ ഒരു എല്ലായിടത്തും കൊടുക്കണം എന്നില്ല, ജസ്റ്റ് നമുക്ക് മെയിൻലി ടൈം എടുക്കണോടത്ത് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെർച്ച് ഇതിന്റെ ഒരു ക്ലിയറിന്റെ ശേഷം ഈ ഒരു പാസ് ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഒരു 3 സെക്കൻഡ് സ്ലീപ്പ് കൊടുക്കുക. അതുപോലെ എൻ്റർ പ്രസ് ചെയ്യണതിന് മുമ്പും എൻ്റർ പ്രസ് ചെയ്യുന്ന മുമ്പ് ആവശ്യമില്ല. ഓക്കെ, ഇത്ര മതിയാവും. അല്ല, ഇവിടെ അല്ല, നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ തൊട്ട് എലമെന്റ് ഫൈൻഡ് ചെയ്തതിന് ശേഷമുള്ള തൊട്ടടിയിൽ കൊടുക്കണം. കാരണം അതിന്റെ ശേഷം അത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇമ്പോർട്ട് ചെയ്തു, നമ്മൾ ഡ്രൈവർ ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ URL പാസ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, എലമെന്റ് ഇവിടെ കൊടുത്തു, നമ്മുടെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഏരിയയുടെ എലമെന്റ് എക്സ്പാത്ത് ഇവിടെ കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ പൈത്തൺ എന്നുള്ള ഒരു കീവേഡൊക്കെ സെൻഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഒരു ലൈനും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതവിടെ പൈത്തണിന് ഓട്ടോമാറ്റിക് ആയിട്ട് സെർച്ച് ചെയ്ത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പൈത്തൺ അവിടെ വന്നു. പൈത്തൺ സെർച്ച് ചെയ്തു. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷന്, അല്ലെങ്കിൽ നമുക്ക് എന്ത് നമ്മൾ ഇതിന് കുറെ ജോബുകളൊക്കെ ഉണ്ട്, ഫോം ഫില്ലിംഗ് ജോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു പൈത്തൺ വെച്ചിട്ട് ഓട്ടോമേഷന്റെ ഒരു പക്ക ബേസിക് ആണ് ഞാൻ ഇത് കാണിച്ചത്. ഇതിലൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇനിയും കൂടുതൽ വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, then guys, see you in the next video.